അതിശക്തമായ മഴക്കെടുതിയും തുടരുന്നു. ദുബായ് വിമാനത്താവളം വെള്ളത്തിൽ മുങ്ങിയതോടെ വിമാന സർവീസ് താറുമാറായി. 28 ഇന്ത്യൻ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വിമാനത്താവളത്തിലേക്ക് എത്തേണ്ടതില്ലെന്ന് യാത്രക്കാർക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പ്രതികൂല കാലാവസ്ഥ കാരണം സ്കൂളുകൾക്ക് അവധിയാണ്. എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ. രഞ്ജിത്ത്, 75 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഒരു മഴക്കെടുതിയാണ് അവിടെ UAE ദുബായ് ഉൾപ്പെടെ നേരിടുന്നത്. ഈ വിമാന സർവീസുകളൊക്കെ താറുമാറായത് തീർച്ചയായും മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണിപ്പോൾ നിലവിലെ അവസ്ഥ? വരും ദിവസങ്ങളിലും ഈ ശക്തമായ മഴ തുടരുമെന്നാണോ മുന്നറിയിപ്പുള്ളത്? യുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ഇന്നലെ ശക്തമായ പെയ്ത മഴയിൽ വിവിധ ഇടങ്ങളിലെ റോഡുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ വാഹന ഗതാഗതം പൂർണ്ണമായും താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള റോഡുകൾ പോലീസ് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. പ്രധാനമായും ദുബായ്, അബുദാബി, അജ്മാൻ, ഷാർജ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നത്. വരും ദിവസങ്ങളിലും മഴ തുടരും എന്ന മുന്നറിയിപ്പാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. ദുബായ് വിമാനത്താവളത്തിലെ വിമാന സർവീസുകളെ വലിയ തോതിൽ ഈ മഴയും അതുപോലെ തന്നെ മഴക്കെടുതിയും ബാധിച്ചിരിക്കുകയാണ്. നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കേണ്ടി വന്നത്. ഒപ്പം തന്നെ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വിടേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഒപ്പം തന്നെ ദുബായ് മെട്രോയുടെ പ്രവർത്തനത്തെയും ഈ മഴ കാര്യമായി തന്നെ ബാധിച്ചു. ഇന്നലെ മെട്രോ സർവീസ് ഏറെ നേരം നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും മെട്രോ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ RTOയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ദുബായിൽ ഉൾപ്പെടെ UAEയിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ തുടരുന്നു എന്നാണ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.